ബംഗ്ലാദേശിന്റെ സംവരണ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തിയതോടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെച്ച് രാജ്യം വിടേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. രാജ്യത്തിന്റെ സൈന്യം ഇടക്കാല സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നാലെയാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഷെയ്ഖ് ഹസീനയുടെ ബംഗ്ലാദേശ് യുഗം അവസാനിച്ചത് ഇന്ത്യക്ക് ഗുണങ്ങളും ദോഷങ്ങളും ചെയ്യും. അതിർത്തി മുതൽ വ്യവസായ മേഖല വരെ വലിയ മാറ്റങ്ങൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുക ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ മേഖലയാണ്. ലോക വിപണിയിലേക്കുള്ള കയറ്റുമതിയുടെ സിംഹഭാഗവും സംഭാവന ചെയ്യുന്നത് ബംഗ്ലാദേശാണ്. വസ്ത്രനിർമ്മാണവും കയറ്റുമതിയുമാണ് ബംഗ്ലാദേശിന്റെ പ്രധാന വരുമാനം. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ മുന്നേറാൻ സഹായിച്ചതും ഈ മേഖല തന്നെ. കയറ്റുമതിയുടെ 85% ടെക്സ്റ്റൈൽ മേഖലയിൽ നിന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഉടലെടുത്ത പ്രതിസന്ധി ബംഗ്ലാദേശിനെ മാത്രം ആശ്രയിച്ച ടെക്സ്റ്റൈൽ വിപണികൾ ഇന്ത്യയെ ലക്ഷ്യമാക്കിയെത്തും എന്നതാണ്. ബംഗ്ലാദേശിന്റെ കയറ്റുമതിയുടെ 10 മുതൽ 11% തിരുപ്പൂർ പോലുള്ള ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഹബ്ബുകളിലേക്ക് വഴിതിരിച്ചുവിട്ടാൽ പ്രതിമാസം $300 മുതൽ $400 മില്യൺ അധിക ബിസിനസ് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വ്യവസായ രംഗത്തെ വിദഗ്ധർ പറയുന്നു. തിരുപ്പൂരിലേക്ക് കൂടുതൽ ഓർഡറുകൾ എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 10% വരെ വളർച്ച ബിസിനസ്സിൽ പ്രതീക്ഷിക്കാം. തിരുപ്പൂർ എക്സ്പോർട്ട് അസോസിയേഷൻ പ്രസിഡന്റ് KM സുബ്രഹ്മണ്യനാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. 3.5 മുതൽ 3.8 ബില്യൺ വസ്ത്ര കയറ്റുമതിയാണ് ഓരോ മാസവും ബംഗ്ലാദേശിൽ നടക്കുന്നത്. യൂറോപ്യൻ യൂണിയനും രാജ്യങ്ങളും UK-യിലേക്കുമാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്നത്. അമേരിക്കയിൽ മാത്രം 10% വിപണി വിഹിതമുണ്ട്. എന്നാൽ ഇന്ത്യ ഓരോ മാസവും കയറ്റി അയക്കുന്നത് 1.5 ബില്യൺ വസ്ത്രങ്ങൾ മാത്രമാണ്. ബംഗ്ലാദേശിന്റെ ഈ പ്രതിസന്ധി ഇന്ത്യക്ക് മുതലെടുക്കാൻ സാധിക്കുമെന്നാണ് ഈ രംഗത്തുള്ളവർ വിശ്വസിക്കുന്നത്. $300 മുതൽ $400 മില്യൺ അധിക ഓർഡറുകൾ ഉടനടി കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ടെന്നാണ് ടെക്സ്പ്രണേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറി പ്രഭു ദാമോദർ പറയുന്നത്. 2023 ഇന്ത്യ $47 ബില്യൺ വസ്ത്ര കയറ്റുമതിയാണ് നടത്തിയത്. ഇത്തവണ അത് $50 ബില്യൺ എത്തിക്കാനാവും എന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. അതേസമയം ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരുടെ വസ്ത്രനിർമ്മാണ യൂണിറ്റുകൾ ഉടൻ ഇന്ത്യയിലേക്ക് മാറ്റിയേക്കാനുള്ള സാധ്യതയുമുണ്ട്. ട്രേഡ് പോളിസി അനലിസ്റ്റ് S. ചന്ദ്രശേഖരൻ പറയുന്നതനുസരിച്ച് ബംഗ്ലാദേശിൽ ഏകദേശം 25% യൂണിറ്റുകളും ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലാണ്. ഷാഹി എക്സ്പോർട്സ്, ഹൗസ് ഓഫ് പേൾ ഫാഷൻസ്, JJ മിൽസ്, TSNS ഗോകുൽദാസ് ഇമേജ്, അംബത്തൂർ ക്ലോത്തിംഗ് തുടങ്ങിയ കമ്പനികൾ അവയിൽ ഉൾപ്പെടുന്നു. അതേസമയം രാജ്യത്തെ പ്രക്ഷോഭത്തിന് പിന്നാലെ ഇന്ത്യയിൽ അഭയം തേടിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വിദേശത്തേക്ക് പോയിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അറിയിച്ചിരുന്നു. ഹസീന ഇന്ത്യ വിട്ടിട്ടില്ലെന്നും ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ സമയം നൽകിയിരിക്കുകയാണെന്നും ജയശങ്കർ അറിയിച്ചിരുന്നു. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന സർവകക്ഷി യോഗത്തിന് പിന്നാലെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ബംഗ്ലാദേശ് സൈന്യവുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹസീനയുടെ വിമാനം ഗാസിയാബാദിലെ ഹിൻഡൻ വിമാനത്താവളത്തിൽ വിട്ടെന്ന് നേരത്തെ ഒരു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ബംഗ്ലാദേശ് വ്യോമസേനയുടെ C-130J വിമാനം രാവിലെ 9-ന് ഇവിടെ നിന്ന് പോയതായാണ് റിപ്പോർട്ടിൽ പറഞ്ഞത്. എന്നാൽ ഈ വിമാനത്തിൽ ഹസീന ഉണ്ടായിരുന്നില്ലെന്നാണ് വാർത്താ ഏജൻസി വ്യക്തമാക്കുന്നത്. ഹസീനയ്ക്കൊപ്പം ഇന്ത്യയിലെത്തി 7 സൈനികരാണ് C-130J വിമാനത്തിൽ തിരികെ പോയത്. ബ്രിട്ടനിൽ താമസിക്കാൻ അനുവാദം ലഭിക്കുന്നതുവരെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ട്. രാജിവെച്ച ശേഷം സൈനിക വിമാനത്തിൽ രാജ്യം വിട്ട അവർ ലണ്ടനിലേക്കുള്ള യാത്രാമധ്യയാണ് UP-യിലെ ഗാസിയാബാദ് ഹിൻഡൻ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്.